തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത MDMA-യുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. തിരുവനന്തപുരം ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമൻ്റാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം ഇവരുടെ മകനെ MDMA-യുമായി പിടികൂടിയിരുന്നു എന്നുള്ള വാർത്തയാണ്. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്, അത്യന്തം ദാരുണമായൊരു വാർത്തയാണ് ശരത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്താണ് സംഭവം? മകനെ MDMA-യുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഈ എക്സൈസ് സംഘം പിടികൂടിയതിന് പിന്നാലെയാണ് അമ്മ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ശാന്തിപുരത്താണ് ഏറെ ദാരുണമായ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ശാന്തിപുരം ഷൈനി കോട്ടേജിലുള്ള ഗ്രേസി ക്ലമന്റിന്റെ മകൻ ഷൈനോ ക്ലമന്റിനെ MDMA-യുമായി എക്സൈസ് സംഘം പിടികൂടിയത്. 0.4 ഗ്രാം MDMA ആണ് കഴക്കൂട്ടം എക്സൈസ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എക്സൈസ് സംഘത്തിന് ഈ രീതിയിൽ ഒരു MDMA-യുടെ ശേഖരം ഇയാളിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് തുടർ നടപടി സ്വീകരിക്കുകയും ഷൈനോ ക്ലമന്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈ അമ്മ ഇന്ന് പുലർച്ചെ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ബന്ധുക്കൾ ഈ ആത്മഹത്യ ശ്രമം നടത്തിയതിന് പിന്നാലെ തന്നെ ബന്ധുക്കൾ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. 55 വയസ്സായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഠിനംകുളം പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം, ഇത് അമ്മ മനോവിഷമം മൂലമാണ് ഇത്തരത്തിൽ മകൻ ഈ കേസിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനോവിഷമത്തിലാണ് അമ്മ ആത്മഹത്യ ചെയ്തത് എന്നാണ് കഠിനംകുളം പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം ലഭിക്കുന്നത്, ഈ മുൻപും ഇത്തരത്തിൽ ഷൈനോ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. അത്തരത്തിൽ മുൻപും കേസുകളിൽ ഉൾപ്പെട്ട സമയത്ത് ഇതിനു മുൻപ് ഒരു തവണ ഇതേ രീതിയിൽ ഷൈനോയുടെ അമ്മ ഗ്രേസി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അന്ന് ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ വീണ്ടും ഒരു കേസിൽ അകപ്പെട്ട ഘട്ടത്തിൽ അമ്മ ആത്മഹത്യയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നേരത്തെയും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഷൈനോയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഷൈനോ വിദ്യാർത്ഥിയാണോ? എത്ര വയസ്സുണ്ടാകും ഷൈനോയ്ക്ക്? മറ്റ് വിശദാംശങ്ങൾ എക്സൈസ് ഈ നടപടി സ്വീകരിച്ചെങ്കിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും എക്സൈസ് ഇതേവരെ മറ്റ് വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ എക്സൈസിനെതിരെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു പങ്കില്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഷൈനോ ക്ലമന്റിനെ ഈ കേസിൽ അകപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മൃതദേഹം നിലവിൽ ഈ ഷൈനോ ക്ലമന്റിന്റെ അമ്മയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ബന്ധുക്കൾ ഈ പ്രതിഷേധവുമായി കഴക്കൂട്ടത്തെ എക്സൈസ് ഓഫീസിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന വിവരം. മറ്റു വിവരങ്ങൾ, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഷൈനോ ക്ലമന്റിനെ അറസ്റ്റ് ചെയ്തത് തുടങ്ങിയ വിശദാംശങ്ങൾ എക്സൈസ് ഔദ്യോഗികമായി ഇതേവരെ പങ്കുവച്ചിട്ടില്ല. അതെ, ശരത് കെ ശശി നൽകുന്ന വിവരങ്ങൾ. വളരെ ദാരുണമായ സംഭവം. അതായത് മകൻ രാസലഹരിയുമായി പിടിക്കപ്പെട്ടതിനെ തുടർന്ന് അമ്മ ആത്മഹത്യ ചെയ്തു. സംസ്ഥാന സർക്കാർ നിരന്തരം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, ലഹരി വിരുദ്ധ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാൻ കഴിയുന്ന സൂചനകൾ വച്ച് ഒരു 22 വയസ്സ് പ്രായമുള്ള ഒരു ആളാണ് ഈ ഷൈനോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ അത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്ന് രാസലഹരി പിടിക്കുന്നു. അതിൻ്റെ മാനസികാഘാതത്തിൽ അമ്മ ആത്മഹത്യ ചെയ്യുന്നു എന്നത് അത്യന്തം ദാരുണമായ വാർത്ത. ഒരുപക്ഷെ വലിയ ചർച്ചകളിലേക്ക്, നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു വാർത്ത തന്നെയാണ്. മകൻ രാസലഹരിയുമായി പിടിക്കപ്പെട്ട് അതിൻ്റെ മാനസികാഘാതത്തിൽ അമ്മ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന്, കഠിനംകുളത്ത് നിന്ന്, ശാന്തിപുരത്ത് നിന്നാണ് വരുന്നത്.